ആ അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തത്. വഖഫ് ബോർഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ആ വഖഫ് അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അല്ലെങ്കിൽ അതിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് മാക്സിമം 6 മാസമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 3 മാസം നമ്മുടെ നിലവിലെ അഡ്ഹോക് കമ്മിറ്റിയുടെ സമയം കഴിഞ്ഞുപോയി. പരിമിതമായ 3 മാസങ്ങൾക്കുള്ളിൽ ആ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലയളവിൽ തന്നെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലെത്തിച്ച് നിലവിലുള്ള നമ്മുടെ ബൈലയിൽ പറയുന്നതനുസരിച്ച് ഇലക്ഷൻ നടപടിക്രമങ്ങൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആരംഭിച്ച് അവസാനത്തെ പോളിംഗ് നടത്തി റിസൾട്ട് വരുന്നതിനുള്ള കാലയളവ് എന്ന് പറയുന്നത് 3 മാസം. അപ്പോൾ ഈ 3 മാസ കാലയളവും നിലവിലെ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലയളവും തമ്മിൽ ഏറ്റുമുട്ടലുകളും മറ്റ് ക്രാഷുമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ സന്തുലിതാവസ്ഥ സ്ഥാപിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് നമ്മൾ രൂപം നൽകണം. അതിന് രൂപം നൽകണമെങ്കിൽ നിലവിലെ വോട്ടർ പട്ടിക ഇടയേറ്റതാക്കി ന്യൂനതകളെല്ലാം ഒഴിവാക്കി, ന്യൂനതകളുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിച്ച്, തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങളെല്ലാം ഒഴിവാക്കി, പെർമനൻ്റ് ഇല്ല, ടെമ്പററി ആയിപ്പോയി, ടെമ്പററി ആക്കിക്കളഞ്ഞു, പെർമനൻ്റാണ്, ഇത്തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലും അളവിലുമുള്ള എല്ലാ തർക്കങ്ങളും ഒഴിവാക്കി ബഹുമാനപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി നമുക്ക് നമ്മുടെ പള്ളിയുടെ ഇലക്ട്രോള് ഇലക്ഷൻ കമ്മിറ്റിക്ക് കൈമാറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചുവട് മുമ്പോട്ട് വയ്ക്കാൻ പറ്റും. ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചുവര് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ നിലവിലെ അഡ്ഹോക് കമ്മിറ്റി നിലവിലെ വോട്ടർ പട്ടിക ഇടയേറ്റതാക്കി നമുക്ക് കൈമാറണം. അങ്ങനെ കൈമാറി കിട്ടിക്കഴിഞ്ഞാൽ അടിയന്തരമായി നമ്മൾ ഇലക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസറെയും റിട്ടേണിംഗ് ഓഫീസർമാരെയും നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് ഇലക്ഷൻ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും ഇൻഷാല്ലാഹ്. എന്തായാലും ശരി, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തി ഉംറയിലാണ്. അത് പൂർത്തിയാക്കി 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ നമുക്ക് വോട്ടർ പട്ടിക കൈമാറാമെന്ന് വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. എന്തായാലും വരുന്ന ഞായറാഴ്ചയോ അതിനു മുമ്പോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായ ഇലക്ഷൻ കമ്മിറ്റി കൂടി രേഖാമൂലം ഇലക്ഷൻ പട്ടിക വോട്ടർ പട്ടിക നമുക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെടുന്നതടക്കമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ചില ആവശ്യകത അദ്ദേഹത്തിനോട് രേഖാമൂലം ആവശ്യപ്പെടുകയും അതെല്ലാം സമയബന്ധിതമായി അവിടെ നിന്ന് ഏറ്റുവാങ്ങി നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. തികച്ചും സുതാര്യമായി, തികച്ചും സത്യസന്ധമായി, തികച്ചും ഇസ്ലാമികമായി, ഒരു പക്ഷവും പിടിക്കാതെ നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയറായി ആർക്കും ഒരു ആക്ഷേപവും ഇല്ലാതെ, ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നടത്തി പൂർത്തിയാക്കണം. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം, നിങ്ങളുടെ സഹായം ഉണ്ടാകണം, നിങ്ങളുടെ പരിപൂർണമായ മനസ്സും നിങ്ങളുടെ എല്ലാം പ്രയത്നവും ഇലക്ഷൻ്റെ പരിപൂർണ വിജയത്തിന് എത്തിച്ച് പുതിയ പരിപാലന കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് അതിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്ത് അയാൾക്ക് ചുമതല കൈമാറുന്നത് വരെയും ഇലക്ഷൻ കമ്മിറ്റിയുമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.